വന്യജീവി സംരക്ഷണത്തിൽ പുതിയ ഉയരങ്ങൾ താണ്ടി രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിനും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സുസ്ഥിരമായ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിപ്ലവകരമായ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കി വരുന്നത്. ശക്തമായ നയങ്ങളിലൂടെയും സംരക്ഷണ പരിപാടികളിലൂടെയും ആഗോള സഹകരണത്തിലൂടെയും വന്യജീവി സംരക്ഷണത്തിൽ ഇന്ത്യ വേറിട്ട മാതൃകയാവുകയാണ്. ലോകത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 45,000-ത്തിലധികം സസ്യജാലങ്ങളും 91,000-ത്തിലധികം മൃഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തീരദേശ സമുദ്ര ആവാസ വ്യവസ്ഥകൾ എന്നിങ്ങനെ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളെ സൃഷ്ടിച്ചു. ഈ ആവാസ വ്യവസ്ഥകൾ സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുകയും ജനങ്ങൾക്ക് പലവിധത്തിൽ പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നു. ഹിമാലയം, പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ മേഖല, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ ലോകത്തിലെ 34 പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ 4 ഇന്ത്യയിലാണ്. ഈ പ്രകൃതിദത്ത പൈതൃകത്തെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ, നിയമനിർമ്മാണ നടപടികൾ, സംരംഭങ്ങൾ എന്നിവയുടെ സമഗ്രമായ ഒരു ചട്ടക്കൂട് കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം രൂപീകരിച്ചിട്ടുണ്ട്. 2025-26 കേന്ദ്ര ബജറ്റിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് 3412.82 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇത് 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റായ 3125.96 കോടി രൂപയേക്കാൾ 9% കൂടുതലാണ്. റവന്യൂ ചെലവുകൾക്കായി 3276.82 കോടി വകയിരുത്തിയിട്ടുണ്ട്. ഇത് 8% വർദ്ധിച്ചു. മൂലധന ചെലവിനായി 136 കോടി നീക്കിവച്ചിട്ടുണ്ട്. 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റായ 93.25 കോടിയിൽ നിന്ന് 46% വർധനവാണ് ഇത് കാണിക്കുന്നത്. 2025-26 വർഷത്തേക്ക് കേന്ദ്രീകൃത സ്പോൺസർഷിപ്പ് സ്കീമിന് കീഴിൽ വന്യജീവി ആവാസ വ്യവസ്ഥകളുടെ സംയോജിത വികസനത്തിനായി 450 കോടി രൂപ അനുവദിച്ചു. കൂടാതെ പ്രോജക്ട് ടൈഗർ ആൻഡ് എലിഫന്റിനായി 290 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഇത് 2024-25 പുതുക്കിയ എസ്റ്റിമേറ്റിൽ നിന്ന് 18% വർധനവ് കാണിക്കുന്നു. രാജ്യത്തെ സംരക്ഷിത പ്രദേശങ്ങളെക്കുറിച്ച് ഒരു നാഷണൽ വൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സിസ്റ്റം നാഷണൽ വൈൽഡ് ലൈഫ് ഡാറ്റാബേസ് സെന്റർ ഓഫ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2023 നവംബർ 27 കണക്കനുസരിച്ച് ഇന്ത്യക്ക് 1014 സംരക്ഷിത പ്രദേശങ്ങളുടെ ശൃംഖലയുണ്ട്. ഇതിൽ 106 ദേശീയോദ്യാനങ്ങൾ, 573 വന്യജീവി സങ്കേതങ്ങൾ, 115 സംരക്ഷണ റിസർവുകൾ, 220 കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ജന്തുജാലങ്ങളുടെ സംരക്ഷണ നില, ജൈവ ഭൂമിശാസ്ത്ര മേഖലകൾ, ഭരണ യൂണിറ്റുകൾ, ആവാസ വ്യവസ്ഥകൾ, സംരക്ഷിത പ്രദേശങ്ങളുടെ ശൃംഖല എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവിധ ഫോർമാറ്റുകളിൽ നാഷണൽ വൈൽഡ് ലൈഫ് ഡാറ്റാബേസ് സെന്റർ നൽകുന്നു. കൂടാതെ വന്യജീവി ഗവേഷണത്തിന് വിപുലമായ ഗ്രന്ഥസൂചിക പിന്തുണയും നൽകുന്നു. ലാൻഡ്സ്കേപ്പ് ലെവൽ സംരക്ഷണം, കമ്മ്യൂണിറ്റി പങ്കാളിത്തം, കാലാവസ്ഥാ വ്യതിയാന പരിഗണനകൾ, വന്യജീവി പരിപാലനത്തിൽ സംയോജിപ്പിക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു തന്ത്രപരമായ പദ്ധതിയാണ് നാഷണൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ. വന്യജീവി സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിനോടൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം വ്യവസ്ഥാപിതമായി കുറയ്ക്കുക എന്നതാണ് നാഷണൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ ലക്ഷ്യമിടുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷ വിഷയത്തിൽ ഇൻഡോ ജർമ്മൻ പ്രോജക്റ്റിന് കീഴിൽ 4 വർഷത്തെ കൂടിയാലോചന പ്രക്രിയയിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് ഇത്. ഇന്ത്യൻ തീരസംരക്ഷണ സേനയ്ക്ക് എൻഫോഴ്സ്മെന്റ് അധികാരങ്ങൾ നൽകുകയും ഗംഗ, സിന്ധു നദി ഡോൾഫിനുകളെ ഷെഡ്യൂൾ 1 പ്രകാരം വ്യത്യസ്ത ഇനങ്ങളായി അംഗീകരിക്കുകയും ചെയ്യുന്നതിനായി 1972 വന്യജീവി സംരക്ഷണ നിയമം 2022 ഡിസംബറിൽ ഭേദഗതി ചെയ്തു. 2020 ഓഗസ്റ്റ് 15 ആരംഭിച്ച പ്രോജക്ട് ഡോൾഫിൻ സ്പീഷീസ് അടിസ്ഥാനമാക്കിയുള്ള സംരക്ഷണ സംരംഭങ്ങൾ വിജയഗാഥകളിൽ ഒന്നാണ്.
സമുദ്ര നദീതീര ഡോൾഫിനുകളെ സംരക്ഷിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. അസം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പഞ്ചാബ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ പ്രധാന ഡോൾഫിൻ ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1972 വന്യജീവി നിയമം 2022 ഡിസംബറിൽ ഭേദഗതി ചെയ്തതടക്കമുള്ള നയപരിപാലന മെച്ചപ്പെടുത്തലുകളും സമീപകാലത്ത് നടന്നിട്ടുണ്ട്. ഭേദഗതി പ്രകാരം ഷെഡ്യൂൾ 1 ഗംഗ സിന്ധു നദി ഡോൾഫിനുകളെ വ്യത്യസ്ത ഇനങ്ങളായി അംഗീകരിച്ചു. പ്രോജക്ട് ഡോൾഫിൻ സ്റ്റിയറിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും 2023 സെപ്റ്റംബർ 6 ചേർന്ന ആദ്യ കമ്മിറ്റി യോഗത്തിൽ പ്രോജക്ട് ഡോൾഫിൻ വാർത്താപത്രികയുടെ ആദ്യ പതിപ്പ് ആരംഭിക്കുകയും ചെയ്തു. സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഡോൾഫിൻ തിമിംഗല കമ്മീഷണർമാരെ നിയമിച്ച് അന്താരാഷ്ട്ര തിമിംഗല കമ്മീഷൻ ചട്ടങ്ങൾ പാലിക്കാൻ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു. നദീതീര ഡോൾഫിനുകളുടെ കണക്കെടുപ്പ് പൂർത്തിയായതാണ് മറ്റൊരു നേട്ടം. റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്. ഇരവാടി ഡോൾഫിനുകളെക്കുറിച്ചുള്ള യോഗം ഒഡീഷയിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നു. ആഗോളതലത്തിൽ ഡോൾഫിനുകളുടെ സംരക്ഷണത്തോടുള്ള പ്രതിജ്ഞാബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി 2023 ഒക്ടോബറിൽ കൊളംബിയയിൽ നടന്ന നദീതീര ഡോൾഫിനുകൾക്കായുള്ള ആഗോള പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യ പങ്കെടുത്തു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ 200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചമ്പൽ നദീ സംരക്ഷണ മേഖല ഡോൾഫിൻ സംരക്ഷണ മേഖലയായി നിയോഗിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ 18 പ്രോജക്ട് ഡോൾഫിന് കീഴിൽ അസമിലെ ആദ്യത്തെ ഗംഗാനദി ഡോൾഫിനെ വിജയകരമായ ഉപഗ്രഹ ടാഗിംഗ് നടത്തി ഇന്ത്യ വിപ്ലവകരമായ നാഴികക്കല്ല് കൈവരിച്ചു. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അസം വനംവകുപ്പുമായും ആരണ്യകവുമായും സഹകരിച്ച് ദേശീയ CAMPA അതോറിറ്റിയുടെ ധനസഹായത്തോടെയാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡോൾഫിൻ സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ ആദ്യത്തേതാണ് ഈ സംരംഭം. 1973 ആരംഭിച്ച പ്രോജക്ട് ടൈഗർ ഇന്ത്യയുടെ മുൻനിര സംരക്ഷണ സംരംഭമാണ്. ഇത് 2023 വിജയകരമായി 50 വർഷം പൂർത്തിയാക്കി. സമർപ്പിത സംരക്ഷണ കേന്ദ്രങ്ങളിലൂടെയും കർശനമായ സംരക്ഷണ നടപടികളിലൂടെയും കടുവ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ പദ്ധതി കടുവകളുടെ എണ്ണം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നാഴികക്കല്ല് അടയാളപ്പെടുത്തി 2023 ഏപ്രിൽ 9 കർണാടകയിലെ മൈസൂരുവിൽ നടന്ന പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2022 അഖിലേന്ത്യാ കടുവ കണക്കെടുപ്പിന്റെ 5ാം ഘട്ടം അനുസരിച്ച് ലോകത്തിലെ കടുവകളുടെ എണ്ണത്തിന്റെ 70% ഇന്ത്യയിലാണ്. ഇത് ആഗോള കടുവ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന്റെ നേതൃത്വം ഊട്ടിയുറപ്പിക്കുന്നു. 1940കളുടെ അവസാനത്തിലും 1950കളുടെ തുടക്കത്തിലും വംശനാശം സംഭവിച്ച ചീറ്റകളെ ഇന്ത്യയിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 2022 സെപ്റ്റംബർ 17 ആരംഭിച്ച നാഴികക്കല്ലായ വന്യജീവി സംരക്ഷണ സംരംഭമാണ് പ്രോജക്ട് ചീറ്റ. പദ്ധതിക്ക് കീഴിൽ 2022 സെപ്റ്റംബറിൽ നമീബിയയിൽ നിന്ന് 8 ചീറ്റകളെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് 2023 ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെ കൂടി കൊണ്ടുവന്നു. ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര വന്യ മാംസഭോജി ഇടംമാറ്റൽ പദ്ധതി എന്ന നിലയിൽ ഇത് പ്രോജക്ട് ടൈഗറിന് കീഴിൽ പ്രവർത്തിക്കുകയും ജീവിവർഗങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ചീറ്റ കർമ്മ പദ്ധതിയുമായി യോജിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ പുൽമേടുകളുടെ ആവാസ വ്യവസ്ഥയിൽ ദീർഘകാല നിലനിൽപ്പും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഉറപ്പാക്കി അനുയോജ്യമായ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആഗോള ഏഷ്യൻ ആനകളുടെ എണ്ണത്തിൽ 60%-ലധികവും വസിക്കുന്ന ഇന്ത്യ ഗാംഭീര്യമാർന്ന ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി വലിയ തോതിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പ്രോജക്ട് എലിഫന്റ് ആനകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മുൻനിര സംരംഭമാണ്. ആവാസ വ്യവസ്ഥാ സംരക്ഷണം, മനുഷ്യ ഗജ സംഘർഷം ലഘൂകരിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പരിപാടി. ആന സംരക്ഷണത്തിനായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള സാംസ്കാരിക പാരിസ്ഥിതിക പ്രതിജ്ഞാബദ്ധത പ്രതിഫലിപ്പിക്കുന്നു. പദ്ധതിയുടെ ഫലമായി രാജ്യത്ത് ആനകളുടെ എണ്ണം വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ കാട്ടാനകളുടെ എണ്ണം 26,786 നിന്ന് 2022 29,964 വർദ്ധിച്ചു. ഇത് രാജ്യത്തിന്റെ വിജയകരമായ സംരക്ഷണ ശ്രമങ്ങൾക്ക് കരുത്തേകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്യജീവി സംരക്ഷണത്തോടുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിജ്ഞാബദ്ധത പ്രതിഫലിക്കുന്നതാണ് ഓരോ പദ്ധതിയും. പ്രോജക്ട് ടൈഗർ, പ്രോജക്ട് എലിഫന്റ് പോലുള്ള മുൻനിര പരിപാടികൾ ശക്തിപ്പെടുത്തുന്നത് മുതൽ ചീങ്കണ്ണി, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് തുടങ്ങിയ ജീവവർഗങ്ങളുമായുള്ള പുതിയ സംരക്ഷണ ശ്രമങ്ങൾക്ക് തുടക്കമിടുന്നതുവരെ
ഗവൺമെന്റ് സമഗ്രവും ശാസ്ത്രാധിഷ്ഠിതവുമായ സമീപനമാണ് സ്വീകരിച്ചത്. നിർമ്മിത ബുദ്ധി, ഭൗമസ്ഥലപര മാപ്പിംഗ്, സമൂഹം നയിക്കുന്ന സംരക്ഷണം എന്നിവയുടെ സംയോജനം ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ഇന്ത്യയുടെ ആഗോള നേതൃത്വത്തെ അടിവരയിടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ശ്രദ്ധേയമായ പുനരുജ്ജീവനം, നിയമ ചട്ടക്കൂട്ടുകൾ ശക്തിപ്പെടുത്തൽ, സാങ്കേതിക വിദ്യയുടെ തന്ത്രപരമായ സംയോജനം എന്നിവ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ സജീവമായ സമീപനത്തെ അടിവരയിടുന്നു. മാത്രമല്ല, അന്താരാഷ്ട്ര സംഘടനകൾ, ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ, സംരക്ഷണ പങ്കാളികൾ എന്നിവയുമായുള്ള ഇന്ത്യയുടെ സഹകരണം ആഗോള ജൈവ വൈവിധ്യ വെല്ലുവിളികളെ നേരിടുന്നതിൽ അതിന്റെ നേതൃത്വത്തിന് കരുത്തു പകർന്നിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.